തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് അഴിഞ്ഞാട്ടം. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിന് നേരെ കല്ലേറ, വാഹനങ്ങൾ അടിച്ചു തകർത്തു. നവകേരള സദസ്സിന്റെ ഫ്ലെക്സുകൾ വലിച്ചുകീറി. കൈരളി വാർത്താ സംഘത്തിന് നേരെ കയ്യേറ്റ ശ്രമവും നടത്തി. കൈരളിയുടെ ക്ലാസ് വേണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അക്രമങ്ങൾ വി.ഡി. സതീശന്റെ സാന്നിധ്യത്തിലായിരുന്നു. വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, വലിയ തരത്തിലുള്ള അക്രമം സംസ്ഥാനത്ത് എങ്ങും, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് അഴിച്ചുവിടുന്ന സാഹചര്യമാണ് കണ്ടത്. എങ്ങനെയായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമാകുന്ന സാഹചര്യം? സിത ഉച്ച മുതൽ ആരംഭിച്ച ഒരു അക്രമ സംഭവങ്ങൾക്കാണ് അല്പസമയം മുമ്പ് അവസാനിച്ചത്. എന്തായാലും വലിയ രീതിയിൽ പ്രകോപനവുമായി കമ്പുവടികൾ ഉൾപ്പെടെ ഉപയോഗിച്ച് വലിയ മരവടികൾ ഉൾപ്പെടെയായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചായി എത്തിയത്. ആദ്യഘട്ടത്തിൽ പോലീസുമായി വലിയ തരത്തിലുള്ളൊരു സംഘർഷത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാക്സിമം പോലീസ് അതിൽ സംയമനം പാലിക്കുകയായിരുന്നു. പിന്നീട് ഈ പ്രകടനവുമായി എത്തിയ ആളുകൾ ഉദ്ഘാടനത്തിന് ശേഷം പിരിഞ്ഞു പോയതിനു ശേഷം വീണ്ടും വി.ഡി. സതീശൻ വന്ന് അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷമായി തലസ്ഥാന നഗരിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് മാറിയത്. എന്തായാലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഭീകരമായി മർദ്ദിക്കുകയും ഒപ്പം തന്നെ അവരെ അസഭ്യം പറയുന്ന നിലയിലേക്ക് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാറി. എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ ആഹ്വാനപ്രകാരം ശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ അക്രമവും അഴിച്ചുവിടാനുള്ള ഒരു ആഹ്വാനപ്രകാരമായിരുന്നു ഈ മാർച്ച് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ അക്രമത്തിന് പൂർണ്ണമായും ചുക്കാൻ പിടിക്കുകയും ചെയ്തത്. എന്തായാലും 22ഓളം വരുന്ന പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം 8ഓളം പോലീസുകാർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മർദ്ദനത്തിൽ 8ഓളം പോലീസുകാർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. ഇതിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുണ്ട്. ഒപ്പം തന്നെ 5ഓളം വരുന്ന പോലീസിൻ്റെ വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന പിങ്ക് പോലീസിൻ്റെ വാഹനം ഉൾപ്പെടെ അതിൻ്റെ ഗ്ലാസ് ഉൾപ്പെടെ പോലീസുകാർ അകത്തുള്ള സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ച് തകർക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു കലാപകലുഷിതമായ ഒരു സാഹചര്യം ആയിരുന്നു മണിക്കൂറുകളായി തലസ്ഥാന നഗരിയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് ഈ അക്രമികളെ പോലീസ് പിടികൂടുകയും ഒപ്പം തന്നെ അവർ സഞ്ചരിച്ച വാഹനം തടഞ്ഞ് ഈ അക്രമം നടത്തിയ പ്രവർത്തകരെ പുറത്തിറക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ്. ഇവർ പിന്നീട് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ കീഴടങ്ങിയതിനു ശേഷമാണ് പോലീസ് ഈ DCC ഓഫീസിൽ നിന്നും അതിൻ്റെ പരിസരത്തു നിന്നും പിന്മാറിയത്. എന്തായാലും ഇപ്പോൾ അക്രമ സംഭവങ്ങൾ എല്ലാം കെട്ടടങ്ങിയെന്ന് തന്നെ പറയാം. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം, നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനത്തിൽ മറ്റ് ഇതിൻ്റെ ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുകയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എ ഗ്രൂപ്പിൻ്റെ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് ഔദ്യോഗിക നേതൃത്വത്തിൽ ഉള്ള ആളുകൾ ഉൾപ്പെടെ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ രീതിയിൽ വി.ഡി. സതീശൻ്റെ ആഹ്വാനപ്രകാരം വലിയ രീതിയിലുള്ളൊരു സംഘർഷം തലസ്ഥാനത്ത് ഉണ്ടാക്കുക എന്ന ഒരു കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു സമരമായിരുന്നു തലസ്ഥാനത്ത് കണ്ടത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും സംയമനം പാത സ്വീകരിച്ച് പൂർണ്ണമായും പ്രവർത്തകർ പോലീസിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവരെ ഏത് രീതിയിലും കൈകാര്യം ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു പോലീസ്. പിന്നീട് ഈ പലക ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി പോലീസിനെ മാരകമായി ആക്രമിക്കുകയും പോലീസിൻ്റെ ഷീൽഡ് ഉൾപ്പെടെ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് പിന്നീട് റിയാക്ട് ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രവർത്തകർക്ക് കൂടുതൽ ആക്രമണത്തിൽ പരിക്കേറ്റില്ലെങ്കിലും പോലീസ് കണ്ടോൺമെൻറ്റ് SI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തവുമാണ്. അത്തരത്തിൽ പോലീസിനെ പൂർണ്ണമായും ആക്രമിക്കുക എന്ന ഒരു ആഹ്വാനം എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു സമരം മുന്നോട്ട് പോയത്. ആദ്യഘട്ടത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ആരംഭിച്ച സമയം മുതൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു തലസ്ഥാന നഗരി കണ്ടുകൊണ്ടിരുന്നത്. റോഡുകൾ പൂർണ്ണമായും ബ്ലോക്ക് ആവുന്നു. ഒപ്പം തന്നെ DCC ഓഫീസ് പരിസരത്തേക്ക് പ്രവർത്തകർ എത്തുന്നു. ഇവിടെയും വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടാകുന്നു. ഈ പോലീസ് വാഹനങ്ങളും അതുപോലെ തന്നെ പോലീസുകാരെയും ആക്രമിച്ച പ്രതികളെ ഈ DCC ഓഫീസിൽ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ പോലീസ് പിന്മാറില്ല എന്ന് കൃത്യമായ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പറയുകയും യൂത്ത് കോൺഗ്രസ്സുകാരോട് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം 2 പ്രവർത്തകർ കണ്ടോൺമെൻറ്റ് പോലീസിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. മറ്റ് നേരത്തെ അറസ്റ്റ്
ചെയ്ത 22ഓളം വരുന്ന ആളുകൾ വിവിധ പോലീസ് ക്യാമ്പുകളിലായി ഇപ്പോഴുമുണ്ട്. ഇവരെ അടുത്ത തുടർ നടപടി കോടതിയിൽ ഹാജരാക്കുന്ന അതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. എന്തായാലും PDPP ആക്ട് ഉൾപ്പെടെയുള്ളവ ചാർത്തിയായിരിക്കും ഇവർക്കെതിരെ കേസ് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായ പോലീസിന്റെ നിർവഹണം തടസ്സപ്പെടുത്തൽ, ഒപ്പം തന്നെ ഒരു കലാപാന്തരിസം സൃഷ്ടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ചുമത്താൻ പോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ടുനിന്ന ഈ അക്രമ സമരത്തിന് അല്പസമയം മുമ്പാണ് ഒരു അവസാനം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പല പ്രവർത്തകരും ഈ DCC ഓഫീസ് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അല്പം മുമ്പാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഇവിടുന്ന് പിരിഞ്ഞുപോയത്. ഈ അക്രമത്തിന്റെ സമയങ്ങളിൽ എല്ലാം പൂർണ്ണമായും പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് ഏകദേശം ഒരു 3-3:30 അടുക്കുന്ന സമയം വരെ ഈ DCC ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു അക്രമ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. നേരത്തെ തന്നെ പ്രവർത്തകരോട് VD സതീശൻ ആഹ്വാനം ചെയ്തതും ഒപ്പം തന്നെ പൊതുസമൂഹത്തിൽ പറയുകയും ചെയ്തത് പോലീസിനെതിരെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന രീതിയിലുള്ള ആഹ്വാനമായിരുന്നു ഉണ്ടായിരുന്നത്. കടലാസ് എറിയുന്ന സമീപനം മാത്രമായിരിക്കില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന അത്തരത്തിലുള്ളൊരു ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രവർത്തകർ മാരകമായ തരത്തിൽ പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകുന്നത്. ആക്രമണം അഴിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ യൂത്ത് കോൺഗ്രസ് സമരത്തിന് എത്തിയത്. പിന്നീട് തലസ്ഥാന നഗരി യുദ്ധക്കളമായി മാറുന്ന സാഹചര്യം അക്ഷരാർത്ഥത്തിൽ ഇന്ന് കാണുകയും ചെയ്തു.